എത്രത്തോളം ആൾക്കൂട്ടം അവിടെയുമുണ്ട് VS-നെ വരവേൽക്കാൻ. സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം VS ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ വലിയൊരു ജനസാഗരം തടിച്ചുകൂടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായി നമ്മളുടെ കണ്ണിന് കാണുന്നതിന് അപ്പുറത്തേക്ക് ആളുകളുടെ ഒരു വലിയ ജനക്കൂട്ടം. അതിന് പ്രായഭേദമില്ല, ഒപ്പം തന്നെ നിറഭേദമില്ല, വർണ്ണമില്ല, ജാതിയില്ല, മതമില്ല. ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട നേതാവിനെ യാത്രയാക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഒരു അമ്മ ഒരു റോസാ പുഷ്പവുമായിട്ട് കാത്തു നിൽക്കുകയാണ്. ആ വിളിക്കുന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിൽ കണ്ണേ കരളെ തങ്കിലെ റോസാപ്പൂവാണ്, ചങ്കിലെ റോസാപ്പൂവാണ് VS എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് പലരും ഇങ്ങനെ നിൽക്കുകയാണ്, കുഞ്ഞു മക്കളുമായി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ എത്ര തവണ അദ്ദേഹം ഈ സ്ഥലത്തേക്ക് വണ്ടാനത്തേക്ക് വന്നിട്ടുണ്ടാകും, ഇവിടെ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ടാകും. അപ്പോഴെല്ലാം ഈ അണികളെ ആവേശഭരിതരാക്കുന്ന തരത്തിൽ ഉള്ള പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അണികൾ മുഷ്ടി ചുരുട്ടി ഉറക്കെ തൊണ്ട പൊട്ടുമാർ വിളിക്കാറുണ്ട്, കണ്ണേ കരളെ VS. അത് തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. ഈ ദൃശ്യം നോക്കുമ്പോൾ ഒരു കാല് വയ്യാത്ത ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ള ആളുകൾ, രോഗം വകവയ്ക്കാതെ നിൽക്കുന്ന ആളുകൾ, സമയം വകവയ്ക്കാതെ നിൽക്കുന്ന ആളുകൾ, കുഞ്ഞുങ്ങളുമായി വന്ന് നിൽക്കുന്ന ആളുകൾ, അവരെല്ലാം VS-നെ കാത്തിങ്ങനെ നിൽക്കുന്ന കാഴ്ച അത് ഹൃദയസ്പർശമായ ഒരു കാഴ്ചയാണ്. അതിങ്ങനെ തുടരുന്നു. അല്പസമയത്തിനകം തന്നെ വണ്ടാനത്തേക്ക്, തൻ്റെ പ്രിയപ്പെട്ട ഇടത്തേക്ക്, തൻ്റെ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങിയ വേലിക്കകത്ത് വീട്ടിലേക്ക് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. VS-നെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് VS-നെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കാരണം എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും ആദർശമുള്ളൊരു മഹാനായ നേതാവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാല് വയ്യാഞ്ഞിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചു. കാല് വയ്യാഞ്ഞിട്ട് പോലും വന്ന കാണാനായിട്ട്. എന്ത് പറ്റിയതാ? കാലൊന്നും മടിഞ്ഞതാണ്. കുറെ നേരമായി നിൽക്കുന്നു. കണ്ടിട്ടേ പോകുന്നുള്ളൂ. കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. ഞങ്ങൾ തൃശ്ശൂരുകാരാണ് ശരിക്കും. മോളിവിടെ PG ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ കണ്ടിട്ട് പോകാന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുക. അതാണ് മാധു. അതായത് കണ്ടിട്ടേ പോകാൻ കഴിയുകയുള്ളൂ. കാരണം പ്രിയ നേതാവ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് കാലിനുള്ള പ്രശ്നങ്ങൾ, അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അതൊന്നും വകവയ്ക്കുന്നില്ല. കണ്ടിട്ട് VS-നെ ഒരു നിമിഷമെങ്കിലും കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, VS-ൻ്റെ കുഞ്ഞുനാളിൽ അദ്ദേഹത്തിന് ജാതകം എഴുതിയിട്ടുണ്ട്. VS ഒരു ജനവികാരം എന്നൊരു പുസ്തകമുണ്ട്, പാലോട് ദിവാകരൻ എഴുതിയ പുസ്തകം. അതിൽ അദ്ദേഹത്തിൻ്റെ ജാതകം എഴുതിയ കാര്യം ഇങ്ങനെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറയുന്നു ഗജകേസരി യോഗമുണ്ടാകും, രാജയോഗമുണ്ടാകും എന്നൊക്കെ പറയുന്നു. അത് എന്താണ് എന്ന് ഇപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതാണ്, അദ്ദേഹം ജീവിച്ചത് ജനങ്ങളുടെ മനസ്സിലാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ നീണ്ട ജനക്കൂട്ടം. ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഈ വിലാപയാത്രയെ അനുഗമിക്കുമ്പോൾ പലയിടത്തും മഴയുണ്ടായിരുന്നു. ആ മഴ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടതെങ്കിൽ ഇന്ന് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഒരു മരത്തിൻ്റെ തണൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതിന് VS ആണ് വരുന്നത്. VS-നെ കാണാനാണ് ആളുകൾ നിൽക്കുന്നത്. ആ ഒരു വികാരം അത് നമുക്കിങ്ങനെ നീണ്ട നിരയായി VS-ന്റെ വീട്ടിന് മുൻപിൽ വരെ കാണാം. അത്രയും അധികം ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ ആലപ്പുഴയിൽ നിയുക്തനായിരുന്ന സമയത്ത് അവിടുത്തെ ഓരോ മനുഷ്യരോടും VS-ന് വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേര് മംഗളാമണി. എൻ്റെ വീട് മുഹമ്മയിലാണ്. ഞാൻ സാറിനെ കാണാൻ ഇവിടെ വരെ വന്നതാണ്. വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇത്രയും ഒരു നല്ലൊരു മുഖ്യമന്ത്രിനെ നമ്മുടെ ഈ കേരളത്തിൽ കിട്ടാനില്ല, പകരം വെക്കാൻ ആളില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും വരുന്ന മന്ത്രിമാർ ഇതുപോലെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കാണാം. ചള്ളു ചെയ്താൽ ചള്ളു തന്നെ വരും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. നമുക്ക്